ഹലോ ഹലോ. എടോ മോട്ടു, എല്ലാവരോടും താനാ ഗുഡ് ന്യൂസ് എന്ന് പറയേ. ഗുഡ് ന്യൂസിനേക്കാൾ വലിയ സൂപ്പർ ന്യൂസ് അല്ലേ പറയാൻ പോകുന്നേ. ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ടിവിയിൽ മാത്രമല്ല ജിയോ ഹോട്ട്സ്റ്റാറിലും കാണാൻ പറ്റുമെന്നേ. ഇതിലുണ്ട് അൺലിമിറ്റഡ് ടൂൾസിന്റെ ഉത്സവം, പ്രീമിയം എന്റർടൈൻമെന്റ്, കൂടാതെ ലൈവ് സ്പോർട്സ്. ജിയോ ഹോട്ട്സ്റ്റാർ, ദ വേൾഡ് ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്, പക്ഷെ ഇതുവരെ ആരും എന്നെ വിഷ് ചെയ്തില്ലല്ലോ. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു, മറ്റുള്ളവർക്ക് എന്റെ ബർത്ത്ഡേ ഓർമ്മ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഗോപാലിനും മാധവനും തീർച്ചയായിട്ടും ഓർമ്മയുണ്ടെന്ന് എനിക്കറിയാം. വാ വാ വാ. അർജന്റായിട്ട് എനിക്കൊരു ജോലിയുണ്ട്. എനിക്ക് വേണ്ടി നിങ്ങൾ ഒരു അർജന്റ് ജോലി പെട്ടെന്ന് ചെയ്ത് തരണം. ആദ്യം എന്റെ കാര്യം. അല്ല, ആദ്യം എനിക്ക് ചെയ്തതാ. എടാ, ഞാൻ വിചാരിച്ചതേ നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വന്നതാണെന്നാ. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ, എപ്പോഴും പോലെ. ഇന്ന് വസൂലിബായുടെ ബർത്ത്ഡേ ആണോ? ചേടാ, ഞാൻ ആ കാര്യം മറന്നു പോയല്ലോ. വസൂലി ബായ്, അത് തന്നെയാണ് ഞാൻ പറഞ്ഞ ജോലി. അത് ചോദിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഓടി വന്നത്. നിങ്ങൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് എന്താ വേണ്ടത് പറ. അതെ വസൂലി ഭായ്, നിങ്ങളുടെ ബർത്ത്ഡേ ദിവസം ആയതുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാര്യമായിട്ട് പറയണോ? അപ്പൊ നിങ്ങൾ രണ്ടാൾക്കും എന്റെ ബർത്ത്ഡേ ഓർമ്മയുണ്ടോ? അല്ലാതെ പിന്നെ എന്താ വേണ്ടതെന്ന് ഞങ്ങളോട് പറഞ്ഞോളൂ ബായ്. എന്തോന്ന് ചോദിക്കാനാ? വാച്ച് വേണമെന്ന് പറഞ്ഞാലോ? ഓ, വാച്ച് കോസ്റ്റ്ലി ആണല്ലോ. വസൂലി ബായ്, നിങ്ങളുടെ ടൈം എപ്പോഴും വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കല്ലേ. അപ്പൊ വാച്ച് വേണ്ട, വേറെന്തെങ്കിലും ചോദിക്കേ. വേറെ ഇയാൾ എന്താണ് അവൻ ചോദിക്കുക? ക്രിയേറ്റീവ് ആയിട്ട് എന്തോന്ന് ചോദിക്കാനാ? എന്നാ പിന്നെ ഷൂസ് അങ്ങ് ചോദിച്ചാലോ? ഓ, അതിന് ഭയങ്കര വിലയാ. വസൂലി ബായ്, നിങ്ങൾ വേറെ എന്തെങ്കിലും ചോദിക്കേ, അതായത് വലുതായിട്ട് എന്തെങ്കിലും ചോദിക്കേ. ഞങ്ങൾ വസൂലി ബായിന് നിലാവ്, നക്ഷത്രം, അങ്ങനെ എന്ത് വേണമെങ്കിലും കൊണ്ടുവരാം. എടാ, അത്രയ്ക്ക് ദൂരത്തൊന്നും നിങ്ങൾ ചെല്ലേണ്ട കാര്യമില്ല. എന്റെ ആഗ്രഹം ഗോൾഡൻ ഹിൽ സ്കൂളിൽ വെച്ചങ്ങ് തീരും. ഈ ഗോൾഡൻ ഹിൽ സ്കൂളിൽ നിന്ന് എന്തോ ഒരു സാധനം വേണമെന്നോ? ഉള്ളതിൽ വെച്ച് ഏറ്റവും ചീപ്പായ കാര്യം ഇതാണ് വസൂലി ബായ്. നിങ്ങളുടെ ആഗ്രഹം ഞാൻ ഇന്ന് എന്തായാലും സാധിച്ചു തരും. ഐ പ്രോമിസ്. വസൂലി ബായ്, നിങ്ങളുടെ ആഗ്രഹം ഞാനിന്ന് പൂർത്തിയാക്കി തന്നേക്കാം. ഡബിൾ പ്രോമിസ്. ആണോ? എന്നാ കേട്ടോ, സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പ്രിൻസിപ്പൽ സാറിന്റെ കൈകൊണ്ട് എനിക്കൊരു കേക്ക് എടുത്തു തരണം. പ്രിൻസിപ്പൽ സാറിന്റെ കൈ കൊണ്ടോ? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്റെ ഈ ആഗ്രഹം സഫലമാക്കിയേ പറ്റൂ. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പല പ്രാവശ്യം അടി വാങ്ങിച്ചിട്ടുള്ളതാ. അയാളുടെ കയ്യിൽ നിന്നാണ് വസൂലി ബായ് കേക്ക് വേണമെന്ന് പറയുന്നത്. അതങ്ങ് വിട്ടേക്ക്. എനിക്കറിയാടാ, നിങ്ങൾക്ക് രണ്ടാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയല്ലേ വസൂലി ബായ്, ഞങ്ങളത് പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സാധിച്ചു തന്നിരിക്കും. ഐ പ്രോമിസ്. ഈ ഗോപാലിന്റെ കാര്യമൊന്നും എനിക്കറിയില്ലട്ടാ. ഞാൻ നിങ്ങൾക്ക് തന്ന വാക്ക് എന്തായാലും നിറവേറ്റിയിരിക്കും. ഹാപ്പി ബർത്ത്ഡേ വസൂലി ബായ്, കലയ്ക്ക് മറിക്കേ. വസൂലി ബായ്, എല്ലാം സെറ്റായി കഴിഞ്ഞു. പ്രിൻസിപ്പൽ സാറ് റെഗുലർ ആയിട്ട് മാർക്കറ്റിലേക്ക് വരുന്ന സമയം ഇതാണ്. ഗുഡ് മോർണിംഗ് സാർ. നിങ്ങൾ ശരിക്കും കറക്റ്റ് സമയത്താ വന്നിരിക്കുന്നത്. ഗോപാൽ, നീ ഇവിടെ എന്തെടുക്കുകയാണ്? സാർ, ഇദ്ദേഹം എന്റെ മാമനാ. ഇദ്ദേഹം ഇപ്പോഴാ പുതിയൊരു കേക്ക് ഷോപ്പ് തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആലോചിച്ചു, ഈ കേക്ക് ഷോപ്പിന്റെ ഇനാഗ്രേഷൻ നിങ്ങളുടെ കൈ കൊണ്ട് നടക്കണം സാർ. നിങ്ങളുടെ പവിത്രമായ കൈകൾ കൊണ്ട് ചെയ്യണം. ഓ, അതേതായാലും വളരെ നല്ല കാര്യമാണ്. എന്റെ പൊന്നു മാമ, നിങ്ങൾ ഈ പ്രിൻസിപ്പൽ സാറിന് കേക്ക് എടുത്ത് കൊടുക്ക. എന്നിട്ട് പ്രിൻസിപ്പൽ സാറ് നിങ്ങൾക്കും ഒരു കഷ്ണം കേക്ക് എടുത്ത് തരും. കൈ കൊണ്ട് എടുത്ത് തരും. തീർച്ചയായും എനിക്ക് കേക്ക് വളരെ ഇഷ്ടമാണ്. കേക്ക് അടിപൊളി. ചോക്ലേറ്റ് കേക്ക് എന്റെ ഫേവറേറ്റ് ആണ്. എന്തൊരു കേക്കാ ഇത്. വസൂലി ബോയ്, നിങ്ങളുടെ താടി എവിടെ പോയി? താടി എവിടെ പോയി എന്നാ ചോദിച്ചു. ചേടാ, എന്റെ താടി എവിടെ പോയി? നിങ്ങളുടെ താടി. ചേടാ, ഈ താടി എങ്ങനെ തന്നെ ഓടി പോകുന്നത്? അത് താടിയാണോ അതോ വണ്ടിയാണോ? വാട്ട് ഈസ് ഹാപ്പനിങ്? എടാ നിക്കടാ, എടാ വണ്ടിയുടെ വേഗത്തിൽ എങ്ങോട്ടാ ഓടുന്നത്? എടാ താടി, വസൂലി ബോയ്, വേഗം ചെല്ല്, വേഗം ഒരു പിടിക്ക്. ആഹാ, എന്ത് നല്ല കേക്കാ. കൊള്ളാം, അടിപൊളി. എടാ നിക്കടാ അവിടെ, എങ്ങോട്ടാടാ ഓടുന്നേ? ഈ കലവും പണ്ടാരവും ഒക്കെ എവിടെ നിന്നാണ് ഇതിനിടെ കൂടെ വന്നത്?
കലത്തിനകത്ത് താടിയായി പോയല്ലോ. താടിക്കകത്താണെങ്കിൽ എലി. ഈ കലമെടുത്ത് എന്നെ തലയിൽ ഇട്ടെന്ന് ആരാടാ? പെട്ടെന്നല്ല ഇരുട്ടായി മാറിയത് എങ്ങനെയാണ്? ഈ ഇരുട്ടിനകത്ത് ഞാൻ താടി എങ്ങനെ തേടി കണ്ടെത്തും? പെട്ടെന്ന് യൂ ടേൺ എടുക്കുന്നത് വസൂലി ഭായ്, സൂക്ഷിച്ച്. ഒന്ന് നിക്ക് വസൂലി ഭായ്. അതെന്ത് ശബ്ദമാത്? അതൊന്നല്ല സാർ, നിങ്ങൾ കേക്ക് വേണ്ട കഴിക്കും. വേണ്ട, ഒരുപാട് കേക്ക് ഞാൻ കഴിച്ചു. ഇനി ഞാൻ നിങ്ങളുടെ മാമന് കേക്ക് കൊടുക്കാൻ പോവുകയാ. ചേടാ ഗോപാൽ, നിന്റെ അമ്മാവൻ എന്തിനാ ഇങ്ങനെ മുഖത്ത് കേക്ക് വാരി തേച്ചിരിക്കുന്ന? അത് പിന്നെ എന്താ അറിയോ സാറേ, നിങ്ങൾക്ക് ഈ കേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയില്ലേ? അമ്മാവന് ബാക്കി കേക്ക് കണ്ടിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹം വിചാരിച്ചത് കേക്ക് വായിനടുത്ത് വരുന്നില്ലെങ്കിൽ അപ്പോ ഒറ്റ ചാട്ടത്തിന് എടുത്തു ചാടി കേക്ക് പിടിക്കാൻ നിന്നതാ. ചേടാ അതേതായാലും കൊള്ളാം. ഈ കേക്ക് വേസ്റ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിനക്ക് തന്നേക്കാം. ഓക്കെ ഓക്കെ, എന്തായാലും നിന്റെ മാമൻ ടോട്ടൽ കേക്ക് തിന്ന് തീർത്തതല്ലേ, അപ്പൊ പിന്നെ ഈ ലാസ്റ്റ് പീസ് ഞാൻ തന്നെ തിന്നേക്കാം. എന്റെ കേക്ക് എവിടെ? വസൂലി ഭായ്, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഗോപുരം കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റൂലെന്നേ. പക്ഷെ ഞാൻ പ്രിൻസിപ്പൽ സാറിന്റെ കൈ കൊണ്ട് നിങ്ങൾക്ക് കേക്ക് തന്നിരിക്കും. അല്ല, ഈ നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്ത് ചെയ്യുക? പറയൂ. സർ, ഇന്ന് ഡോഗ് ഡേ അല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഡോഗ്സിന് കേക്ക് കൊടുക്കാൻ വന്നിരിക്കുക. ചേടാ, ഡോഗ്സ് ഡേയോ ടീച്ചേഴ്സ് ഡേ മദേഴ്സ് ഡേ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഡോഗ്സ് ഡേ ഞാൻ കേട്ടിട്ടേയില്ല. ഓഹോ ഹോ ഹോ, സോറി. അതെ സർ, ഡോഗ് ഡേ ഉണ്ട്. അതാ ചുവരിന്റെ പുറകില് ഡോഗ്സ് വന്ന് നിൽക്കാറുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് കേക്ക് വലിച്ചെറിയും, അത് വന്ന് കഴിക്കും. നിങ്ങളും ഡോഗ്സിന് കേക്ക് ഇട്ട് കൊടുക്കൂ സർ. പിന്നെന്താ, കൊണ്ടുവരൂ, ഞാനും തിന്നേക്കാം. ചേടാ, ഐ മീൻ ഇത് അവർക്ക് കൊടുത്തേക്കാം. വസൂലി ഭായ്, നിങ്ങൾ വേഗം ഡോഗിന്റെ സൗണ്ട് കൊടുക്ക്. വസൂലി ഭായ്, ഞാൻ പറഞ്ഞത് ഡോഗിന്റെ സൗണ്ട് ആണ്, പൂച്ചയുടെ സൗണ്ട് അല്ല. എന്ത് ചെയ്യാനാടാ? പ്രിൻസിപ്പൽ സാറിന്റെ മുന്നിൽ വെച്ച് ഞാനൊരു ഡോഗ് അല്ല ഒരു പൂച്ചയായി മാറി പോവുകയാണ്. വസൂലി ഭായ്, നിങ്ങൾക്ക് പ്രിൻസിപ്പൽ സാറിന്റെ കൈ കൊണ്ട് കേക്ക് കഴിക്കണമെങ്കിൽ നിങ്ങൾ ഡോഗ് ആയിട്ട് മാറിയേ പറ്റുള്ളൂ. അതായത് ഡോഗെ പോലെ കൊരച്ചേ പറ്റുള്ളൂ. സർ, ഡോഗ് എത്തിക്കഴിഞ്ഞു, നിങ്ങൾ കേക്ക് എറിഞ്ഞു കൊടുക്കൂ. ഷെടാ, ഈ കേക്ക് എങ്ങോട്ടാ പോകുന്നേ? വസൂലി ഭായ്, ഫോക്കസ്. ഡയറക്റ്റ് ആയിട്ട് കേക്ക് ഇപ്രാവശ്യം വായിന്റെ അകത്ത് വന്ന് തന്നെ വീഴും. വേണമെങ്കിൽ നോക്കിക്കോ. അത് കൊള്ളാം. എനിക്ക് തോന്നുന്നത് എന്റെ തൊണ്ടയ്ക്കകത്ത് നിന്നിപ്പോ ഡോഗിയുടെ വോയിസ് വരുന്നുണ്ട്. ഈ ഡോഗ് എന്തിനാ എന്റെ നേർക്ക് ഓടി വരുന്നത്? ഈ സൗണ്ട് എന്റെ സൗണ്ട് അല്ലേ? റിയൽ ഡോഗിയുടെ സൗണ്ട് ആണോ? അതെന്തിനാ എന്റെ നേർക്ക് ഓടി വരുന്നത്? ഓടിക്കോ! അയ്യോ, എന്നൊന്നും ചെയ്യരുത്, ഓടിക്കോ! താങ്ക് യു ബോയ്സ്, താങ്ക് യു. വളരെ രസകരമായിരിക്കുന്നു. ഡോഗ്സിന് കേക്ക് കൊടുത്തത് സന്തോഷമായി. കൊള്ളാം, എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. മാധവ, വസൂലി ഭയ്യ കേക്ക് കഴിച്ചോ? വസൂലി ഭായ് ഡോഗായിട്ട് മാറിയിട്ട് കേക്ക് കഴിക്കേണ്ടതായിരുന്നു. പക്ഷെ ഡോഗി വസൂലി ഭായിയുടെ കേക്കാണെന്ന് വിചാരിച്ച് അയാളെ കടിക്കാൻ ഓടിക്കൊണ്ടിരിക്കുക. നീ അങ്ങ് വിട്ടേക്ക് മാധവ, ഇതൊന്നും നിന്നെ കൊണ്ട് പറ്റില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. ലക്കി പറയുന്നത് നമ്മള് വസൂലി ഭായിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒന്നിച്ച് ജോലി ചെയ്യണം. സാർ, ഇന്ന് ലക്കിയുടെ ബർത്ത്ഡേ ആണ്. ഇന്ന് നിങ്ങളുടെ കൈ കൊണ്ട് ബർത്ത്ഡേ പാർട്ടിയിൽ അവന് കേക്ക് എടുത്ത് കൊടുക്കണം. അത് കൊള്ളാം. ഇന്നിങ്ങനെ കേക്ക് ആഫ്റ്റർ കേക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതേതായാലും കൊള്ളാം. ഞാൻ തീർച്ചയായും വരുന്നതാണ്. പിന്നെ പപ്പി, ഇന്ന് ലക്കിയുടെ ബർത്ത്ഡേ പാർട്ടിയാണ്. ചേടാ, ഞാൻ ലക്കിയുടെ ഗിഫ്റ്റ് കാറിൽ മറന്നു വെച്ചു. നീ വേഗം ചെന്ന ഗിഫ്റ്റ് എടുത്തോണ്ട് വാ. നേരെ ഓഡിറ്റോറിയത്തിലേക്ക് വന്നേക്ക്. ചെല്ല്. ആ തൊമ്മന് വേണ്ടിട്ട് ഇയാൾ എന്തിനാ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നേ?
ഈ സാറ് കാരണമാ കുട്ടികളൊക്കെ വഷളാവുന്നത്. പിന്നെ കുട്ടികളെ, ബർത്ത്ഡേ ബോയ് എവിടെ? വേഗം ചെന്ന് ലക്കിയെ വിളിച്ചോണ്ട് വാ. സാർ, ബർത്ത്ഡേ ബോയ് അത്ര പെട്ടെന്നൊന്നും നിങ്ങളുടെ മുമ്പിൽ വരില്ല. അതിനു മുമ്പ് നമ്മളൊരു ഗെയിം കളിക്കാൻ പോവാണ്. നിങ്ങൾ അവനെ കണ്ടെത്തണം സാർ. സാർ, നിങ്ങളുടെ കണ്ണിപ്പ് ഞങ്ങള് കെട്ടിവെക്കാൻ പോവുക. കാണാതെ തന്നെ നിങ്ങള് ലക്കിയുടെ അടയാളം കണ്ടുപിടിച്ച് അവനെ കേക്ക് എടുത്ത് കൊടുക്കണം. അതാണ് ഗെയിം. എങ്ങനെയുണ്ട് സാറേ? ഇത്രയേ ഉള്ളൂ കാര്യം. ഞാൻ കണ്ണടച്ച് പിടിച്ചുകൊണ്ട് തന്നെ എന്റെ ഇന്റലിജന്റ് ആയ സ്റ്റുഡന്റിനെ കണ്ടെത്തും. ചേടാ, ഇത് നമ്മുടെ ഗോപാൽ, പിന്നെ ഇത് മാധവ്, പിന്നെ ഇത് ബർത്ത്ഡേ ബോയ് ലക്കി. വളരെ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച് കളഞ്ഞു സാർ. ഇപ്പൊ ഞാൻ ചെന്ന് കേക്ക് എടുത്തിട്ട് വരാവേ. ഇനി നിങ്ങളുടെ കൈ കൊണ്ട് ലക്കിക്ക് കേക്ക് എടുത്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങളുടെ കണ്ണിലെ കെട്ട് ഞങ്ങൾ അഴിച്ച് മാറ്റിയേക്കാം. ഓ മൈ ഗോഡ്, നമ്മള് പട്വർദ്ധൻ സാറിന് മാത്രമല്ലേ വിളിച്ചത്? നാശം പിടിച്ച പപ്പി എന്തിനാ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നത്? വസൂലി ബായ്, വേഗം പതുങ്ങിയിരിക്ക്. എനിക്ക് തോന്നുന്നത് കേക്ക് തിന്നാനുള്ള എന്റെ കിനാവ് അത് കിനാവായിട്ടിരിക്കുന്ന തോന്നുന്നു. എന്റെ സ്വപ്നം സഫലാവില്ല. വസൂലി ബായ്, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഇന്ന് തന്നെ ഞങ്ങള് നിങ്ങളെ കേക്ക് തീറ്റിപ്പിച്ചിട്ടുള്ളൂ. ബാക്കി കാര്യം ഇറ്റ്സ് ടൈം ഫോർ കേക്ക് അറ്റാക്ക്. എന്റെ നേർക്ക് ആരാടാ കേക്ക് എടുത്തെറിഞ്ഞത്? പപ്പി, ഗോപു ആണ് നിങ്ങളുടെ മുഖത്ത് കേക്ക് വലിച്ചെറിഞ്ഞത്. വേഗം ചെന്നാ ടേബിളിന്റെ അടിയിൽ പതുങ്ങിയിരിക്കുക. എന്നിട്ട് ഗോപാൽ വരുമ്പോ നമുക്ക് അറ്റാക്ക് ചെയ്യാം. അല്ല, നീ എന്തിനാ എന്നെ ഈ കാര്യത്തിൽ സഹായിക്കുന്നത്? ഗോപാൽ എന്റെ ശത്രുവാണ്, നിങ്ങളുടെ ശത്രുവും. ശത്രുവിന്റെ ശത്രു മിത്രമല്ലേ? വളരെ ശരിയാ, കറക്റ്റ് ആണ്. ഇവിടെ എന്താണ് നടക്കുന്നത്? ഞാൻ ഇവിടെ കേക്ക് കട്ട് ചെയ്ത് കൊടുക്കാനാ വന്നത്, തിന്നാനല്ല വന്നത്. ആർക്കെങ്കിലും കേക്ക് കൊടുക്കാനാണെങ്കിൽ ഇങ്ങനെയാണോ കൊടുക്കുന്നത്? സാറേ, എനിക്ക് തോന്നുന്നത് ഇവിടെ കേക്ക് ഫൈറ്റ് തുടങ്ങിയെന്നാ. ആരാടാ എന്റെ നേർക്ക് ഇങ്ങനെ കേക്ക് വീശി എറിഞ്ഞത്? ഞാനവനെ വെറുതെ വിടുന്ന പ്രശ്നമില്ല. അവരങ്ങനെ വിടരുത് സാർ. നമ്മുടെ ശത്രുക്കളെ കേക്കിന് പകരം കേക്ക് കൊണ്ട് തന്നെ എറിഞ്ഞു പിടിക്കാം. റെഡി സാർ? റെഡി വസൂലി ബായ്? കേക്ക് അറ്റാക്ക് ചെയ്തോ? ഇതിന് ഞാൻ പകരം കൂട്ടുവാ. വസൂലി ബായ്, ഇതാണ് ബെസ്റ്റ് ചാൻസ്. പ്രിൻസിപ്പൽ സാറിന്റെ കൈ കൊണ്ട് ഞാനൊന്ന് കേക്ക് കഴിച്ചു. എന്റെ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ കഴിഞ്ഞു. വിടരുത് പപ്പി, വലിച്ചെറിഞ്ഞോ. ഗോപാൽ, മാധവ്, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്റെ ഒരുപാട് കാലത്തെ സ്വപ്നം സഫലാക്കിയിരിക്കുകയാണ്. നിങ്ങൾ രണ്ടാൾക്കും വസൂലി ഫായുടെ വെരി വെരി താങ്ക് യു ഉണ്ട്. വസൂലി ബായുടെ ബർത്ത്ഡേ വിഷ് ഞാനാണ് സാധിച്ചു കൊടുത്തത്. ഒന്ന് ചുമ്മാതിരിക്കടാ. വസൂലി ബായുടെ ബർത്ത്ഡേ വിഷ് ഞാനാണ് സാധിച്ചു കൊടുത്തത്. ഞാൻ Watch India's largest kids library only on Jio Hotstar. Download the app now.